മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തെ ബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പുറത്തുവിട്ടത് എന്നതായിരുന്നു മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞത് എന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതേസമയം വീണാ വിജയനെതിരായ ഇ ഡി അന്വേഷണത്തിൽ സർക്കാർ ഒരു അഭിപ്രായവും പറയുന്നില്ല എന്നതായിരുന്നു മന്ത്രി കെ മുരളീധരന്റെ പ്രതികരണം. കോൺഗ്രസ് നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടും ഇ ഡി നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നമുക്ക് ഈ രണ്ട് പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ തന്നെ കോൺഗ്രസിനകത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളുടെ സ്വഭാവം എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇ ഡിയുടെ പത്രക്കുറിപ്പ് നമ്മളെല്ലാവരും കണ്ടു. അതിൽ ഇതുവരെയുള്ള അന്വേഷണത്തെ ബലപ്പെടുത്തുന്നതും ആക്ഷേപങ്ങളെ ശരിവെക്കുന്നതുമായ ചില കാര്യങ്ങളാണ് ഇ ഡി ഔദ്യോഗികമായിട്ടുള്ള ഒരു പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന് CPM ഉത്തരം പറഞ്ഞിട്ടില്ല. അതിനാണ് ഉത്തരം കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതിലെ കേരള സർക്കാരിനോ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കോ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അന്വേഷണം നടത്തുന്നത് കേന്ദ്ര ഏജൻസിയാണ്. അന്വേഷണം നേരത്തെ ആരംഭിച്ചതാണ്. രാഷ്ട്രീയ വേട്ടയാണെന്ന് വ്യാഖ്യാനിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഇന്നലത്തെ പത്രക്കുറിപ്പിലെ വസ്തുതകൾ നിഷേധിക്കാൻ അവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല. വീണാ വിജയൻ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവല്ലല്ലോ. മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളാണ്, അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള സമ്പാദ്യങ്ങളാണ് ഇന്നലത്തെയൊക്കെ ഇ ഡിയുടെ പ്രസ്താവനയിൽ നിന്ന് മറനീക്കി ഒളിച്ചെത്തു വരുന്നത്. ഇല്ല, സംസ്ഥാന സർക്കാർ ഒരിക്കലും ഇ ഡി ആയിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. കാരണം ഇ ഡി കോൺഗ്രസിൻ്റെ മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും ഒക്കെ അന്വേഷിച്ച് നടക്കുകയാണ്. ആ ഇ ഡി എടുത്ത് എങ്ങനെയാണ് ഞങ്ങൾ സമ്മർദ്ദം ചെലുത്താൻ പോകുന്നത്? ഞാൻ പറയാം, നിയമം അതിൻ്റെ വഴിക്ക് പോട്ടെ, ഞങ്ങൾ ഈ കേസിനെ കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. ഇ ഡിയുടെ അന്വേഷണത്തിൽ ഒരു രാഷ്ട്രീയ പ്രേരണ, അത് കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഏർപ്പാടാണ്. ഞങ്ങൾക്ക് അവരുമായിട്ട് ഏർപ്പാടൊന്നുമില്ല. യെസ്, ഇതായിരുന്നു രണ്ട് പ്രതികരണങ്ങളിൽ നമുക്ക് ആ വൈരുദ്ധ്യം വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു ഭാഗത്ത് സണ്ണി ജോസഫ് പറയുന്നത് ഇ ഡി പറയുന്നതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. മറുഭാഗത്ത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇ ഡി നടക്കുമ്പോൾ എങ്ങനെ അഭിപ്രായം പറയുമെന്ന് മുരളീധരനും ചോദിക്കുന്നു. തീർച്ചയായിട്ടും കോൺഗ്രസ് ഇതിനെ വളരെ നയപരമായി മാത്രമേ നോക്കിക്കാണത്തുള്ളൂ. കരുതലോടെ മാത്രമാണ് പ്രതികരണങ്ങൾ. കാരണം ഇപ്പോൾ ഇ ഡി നടത്തുന്ന നീക്കങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ആ അന്വേഷണത്തിന് രാഷ്ട്രീയമായ പിന്തുണ നൽകുന്നുവെന്ന ഒരു പരാമർശം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി പുറത്തു വന്നാൽ, ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വത്തിലിരിക്കുന്നവർ അത്തരത്തിൽ പ്രതികരണങ്ങൾ നടത്തിയാൽ, നാളെ ഇതേ നീക്കങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉണ്ടായാൽ അപ്പോൾ ഇ ഡിക്കെതിരെയും ആ അന്വേഷണത്തിനെതിരെയും മറിച്ചൊരു നിലപാട് എങ്ങനെ സ്വീകരിക്കാൻ കഴിയുമെന്നതാണ് കോൺഗ്രസിനെ കുഴയ്ക്കുന്നത് രാഷ്ട്രീയമായി. അതുകൊണ്ടാണ് ഇവിടെ ഏറ്റവും നല്ല നയം മൌനമാണ്. ഈ അന്വേഷണത്തെ ശരിയെന്നോ തെറ്റെന്നോ വിശദീകരിക്കാനോ വ്യാഖ്യാനിക്കാനോ ഒന്നും ശ്രമിക്കേണ്ടതില്ല എന്നൊരു പൊതു നിലപാടിലേക്ക് എത്തുന്നത് അതുകൊണ്ടാണ്. പക്ഷേ സണ്ണി ജോസഫ് വാർത്താക്കുറിപ്പിന് മറുപടി നൽകിയിട്ടില്ല. ഇ ഡി ഇറക്കിയ വാർത്താക്കുറിപ്പിലെ ഗുരുതരമായ പരാമർശങ്ങളെ കുറിച്ച് അത് പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അതിലെ നിജസ്ഥിതി എന്താണെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനോ വീണാ വിജയന് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു വെക്കുന്നത്, അത് സണ്ണി ജോസഫ് ഒരു കൈ കടന്ന് ഒരു രാഷ്ട്രീയം അതിൽ പറഞ്ഞു വെക്കുക മാത്രമാണ് ചെയ്തതെന്ന് നമുക്ക് അതിൽ നിന്ന് വ്യാഖ്യാനിക്കാൻ കഴിയൂ. പക്ഷേ കെ മുരളീധരൻ പറഞ്ഞതിനാണ് കുറച്ചുകൂടി രാഷ്ട്രീയ പ്രാധാന്യമുള്ളത്. അതായത് ഈ ആരോപണങ്ങൾ ഇങ്ങനെ ഉയരുകയും ഇ ഡി അന്വേഷണം തുടരുകയും ചെയ്യുമ്പോൾ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന ചോദ്യത്തിന്റെ വ്യക്തമായ ഉത്തരമായിരുന്നു മുരളീധരന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. മുരളി പറഞ്ഞു വെച്ചത്, കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ലക്ഷ്യമിട്ടുകൊണ്ട് ഇ ഡിയും നീക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ ഇതിനെക്കുറിച്ച് പറയാൻ കഴിയുമെന്ന് പറയുന്നത്, ഇ ഡി അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇനിയും നടത്താൻ സാധ്യതയുണ്ട് എന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ സർക്കാരിന്റെ വിലയിരുത്തലായി കൂടി വേണം വ്യാഖ്യാനിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് കരുതലോടെ മാത്രം ഈ വിഷയത്തിൽ പ്രതികരണം നടത്താൻ കോൺഗ്രസ് നേതൃത്വം നിർബന്ധിതമാകുന്നത്. യെസ്, എന്തായാലും മുഹമ്മദ് റിയാസ് കൂടി അന്വേഷണ വലയത്തിലേക്ക് എത്തിയ പശ്ചാത്തലത്തിൽ വലിയ പ്രതിരോധം ആണ് CPIM തീർക്കുന്നത് എന്നതിൽ തർക്കമില്ല. അതേസമയം മുന്നണി സംവിധാനത്തിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രതിരോധ കോട്ട തീർക്കാൻ CPIM ഒരുക്കമല്ല എന്നതാണ് CPIയുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറുഭാഗത്ത് കോൺഗ്രസ് ആകട്ടെ, കോൺഗ്രസിന്റെ നേതാക്കളും പലരും ഇ ഡി നിരീക്ഷണത്തിൽ ആയതുകൊണ്ട് തന്നെ ഏറെ കരുതലോടുകൂടിയുള്ള പ്രതികരണങ്ങൾ ആണ് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.